ശ്രീ RV ബാബു, മുരാരി ബാബുവും അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യം ആണ് ഇപ്പോഴുള്ളത്. ഇനി അറിയേണ്ടത് അതിനും മുകളിൽ എത്ര പേർ അറസ്റ്റിലാകും എന്നുള്ളതാണ്. നേരത്തെ ശ്രീ സുഭാഷ് ബാബുവിനെ പോലെയുള്ളവർ സൂചിപ്പിച്ചത് ഇത് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് ഇവർക്കൊന്നും അറിവില്ലാത്ത ഒരു കാര്യമാകില്ല. ഇതൊരു കൂട്ടുകച്ചവടമായിരുന്നു, ഇതൊരു വീതം വെക്കലായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമാണല്ലോ ഇങ്ങനെയൊരു ചെമ്പുപാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണ പാളികൾ മാറ്റുമ്പോൾ ഇത് ഞങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും അറിവുണ്ടായിരുന്നില്ല എന്ന നിലയിലേക്ക് എത്തുന്ന സാഹചര്യം. ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള മുരാരി ബാബുവിൽ നിന്ന് ഈ ഉന്നതരിലേക്ക് വിഷയം എത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രതികളുണ്ടല്ലോ, ഇന്ന ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അത് ആരൊക്കെയാണെന്ന് കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണർ, ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ദേവസ്വം മെമ്പർമാർ, 10 പ്രതികൾ വരും. ഈ 10 പ്രതികളിലെ എന്തുകൊണ്ടാണ് SIT ചോദ്യം ചെയ്യാത്തത്, അറസ്റ്റ് ചെയ്യാത്തത്? ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. SIT എന്തുകൊണ്ടാണ് അവരെ കസ്റ്റഡിയിലെടുക്കാത്ത അറസ്റ്റ്? ഇപ്പോ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത ഒരു അത്ഭുതമൊന്നുമല്ല. യഥാർത്ഥത്തിൽ അത്ഭുതം മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തതിലാണ്. പക്ഷേ ആശങ്കപ്പെടുന്നത് മറ്റുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാത്തതിലാണ്. അല്ല, സാധാരണ നമുക്കറിയാമല്ലോ ശ്രീ RV ബാബു, ഒരു അന്വേഷണ സംഘത്തിന് അവരുടേതായ ചില സ്വഭാവം ഉണ്ടാകും. അതായത് അപ്രതീക്ഷിതമായ ചില ആളുകളെ ആദ്യം പിടികൂടാം, അങ്ങനെ അവരിൽ നിന്ന് ചോദിച്ച് മൊഴി രേഖപ്പെടുത്തുക. അതല്ലാതെ ഒരു ടീമായി അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായും ഇവരെല്ലാം വെൽ പ്ലാൻഡായി തയ്യാറാക്കുന്ന ഒരു തിരക്കഥയുണ്ടാകും. ആ തിരക്കഥ പൊളിക്കേണ്ടത് ഒരു അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയാണ്. അപ്പോൾ ഘട്ടം ഘട്ടമായുള്ള അറസ്റ്റ്, അതിൽ തന്നെ പല കാര്യങ്ങൾ, വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള കാര്യങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കി ചോദിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴല്ലേ ഈ അന്വേഷണ സംഘത്തിന് ഇതിലൊരു റിപ്പോർട്ട് തയ്യാറാക്കി കൃത്യമായി നൽകാൻ സാധിക്കൂ. അപ്പോൾ ഈ കൂട്ടമായൊരു അറസ്റ്റ് എന്നതിലേക്ക് ആദ്യമേ കടക്കേണ്ടതുണ്ടോ? അപ്രതീക്ഷിതമായി എന്ത് അറസ്റ്റ് ഇപ്പൊ നടന്നത്? അപ്രതീക്ഷിതമായി എന്ത് നീക്കമാണ് SIT ഇതുവരെ നടത്തിയിട്ടുള്ളത്? അന്വേഷണം തുടങ്ങിയിട്ട് 10 ദിവസം പറയല്ലോ. എന്ത് നീക്കമാണ് അപ്രതീക്ഷിതമായി നടത്തിയിട്ടുള്ളത്? എന്ത് ഇനി യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന ആരോപണം ശരിയാവുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇവർക്ക് ആവശ്യം പോലെ സമയം കിട്ടുമ്പോഴാണ്. അവർക്ക് ആവശ്യം പോലെ തെളിവുകൾ നശിപ്പിക്കാനും തിരക്കഥകൾ സൃഷ്ടിക്കാനും മറ്റുള്ള ആളുകളെ സ്വാധീനിക്കാനും. യഥാർത്ഥത്തിൽ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ വൈകിയതിലൂടെ സംഭവിച്ചത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ പോലും മറ്റുള്ളവരെ രക്ഷിക്കാവുന്ന തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ചില മൊഴികൾ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിന്ന് കിട്ടിയത്. അത് മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വാധീനം കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റുപലരുടെയും പേര് പറയാതിരുന്നത് എന്ന് വേണം കരുതാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ SIT ഈ തരത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാത്തതും നിരീക്ഷിക്കാത്തതും ഒക്കെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും സാവകാശവും ഒരുക്കി കൊടുക്കുന്നതിന് തുല്യമല്ല. അതല്ലേ SIT പക്ഷേ കോടതിയാണല്ലോ നിയോഗിച്ചത്. അതുകൊണ്ട് എന്താ അല്ല, SITക്ക് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യത്തിന്റെ ആവശ്യം എന്താണ്? SIT എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ ഇന്റഗ്രിറ്റി ഉള്ള ഓഫീസേഴ്സ് ആണെന്നൊന്നും പൊതുമണ്ഡലത്തിൽ തെളിയിക്കപ്പെട്ട ആൾക്കാരൊന്നുമല്ല. SITയിലെ അംഗങ്ങളൊക്കെ ഇന്റഗ്രിറ്റി ഉള്ള ആളുകളാണ്, രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാത്ത അങ്ങനെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നൊന്നും അത്തരത്തിലുള്ള ഒരു ധാരണയൊന്നും പൊതുമണ്ഡലത്തിലില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കോടതി നടപടികൾ പോലും സത്യത്തിൽ വിമർശന വിധേയമാവുന്നത് എന്തുകൊണ്ടാണ്? ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്തടിസ്ഥാനത്തിലാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടന്നത്? എന്ത് ന്യായീകരണമാണ് കോടതി പറഞ്ഞത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിന്? പൊതുസമൂഹത്തെ, പൊതുമണ്ഡലത്തിൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂല് അല്ല, താങ്കൾ ഈ പറഞ്ഞെടുത്ത്, അതായത് താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുന്നു ഇൻ ക്യാമറ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു അന്വേഷണ സംഘമുണ്ട്. ആ അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടെ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുക എന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പറയുന്നത് പോലെ ഈ പട്ടികയിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ രക്ഷപ്പെടുവാനും തന്ത്രങ്ങൾ മെനയുവാനും ഒക്കെയുള്ള ഒരു സമയം ലഭിച്ചേക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലേ? നമ്മൾ എത്ര കേസുകളാ കൈകാര്യം ചെയ്തിട്ടുള്ളത്? ഇതിലും വളരെ ഗൗരവമായിട്ടുള്ള കേസ് എന്നുള്ള നിലയ്ക്ക് സ്വർണ്ണക്കടത്ത് കേസ്, പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ പ്രതിയായിട്ടുള്ള സ്വർണ്ണക്കേസ് വിചാരണ നടന്നത് എങ്ങനെയായിരുന്നു? പക്ഷെ ഇതൊരു വിശ്വാസ സമൂഹത്തെ കൂടി ബാധിക്കുന്ന വിഷയമല്ലേ ശ്രീ RV ബാബു? സ്വാഭാവികമായും കേസിന്റെ സ്വഭാവം എല്ലാത്തിലും ഒരുപോലെയാണ്. അങ്ങനെയാണോ? പക്ഷെ വൈകാരികമാകാൻ സാധ്യതയുണ്ട്, വലിയ പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്, അത് സമൂഹത്തിൽ അക്രമങ്ങൾ ഉണ്ടാക്കാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ടാക്കില്ലേ? നമ്മൾ യുക്തിപരമായി ഒന്നുകൂടി നോക്കൂ. 10 പ്രതികൾ എന്നുള്ള നിലയ്ക്ക് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പ്രതിഷേധമാണ് അവർക്കെതിരെ? അവരുടെ വീടുകൾക്കെതിരെ പ്രതിഷേധം നടന്നോ? അവരെന്തെങ്കിലും ആക്രമിക്കപ്പെട്ടോ? കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ആൾക്കാരില്ലേ ഇവരൊക്കെ? പ്രശാന്ത് അടക്കം കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞില്ലേ?
പ്രശാന്തിന് ഉത്തരവാദിത്വമുണ്ട്, ഈ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അത് അക്രമാസക്തമാകുന്ന ഏതെങ്കിലും പ്രതിഷേധങ്ങൾ നാളുകൾ നടന്നോ? അപ്പൊ ഇത് യഥാർത്ഥത്തിൽ സംശയകരമാണെന്ന് ഞാൻ പറയുന്നത്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സിന് എന്ത് ന്യായം, തൃപ്തികരമായ ഒരു ന്യായവും കോടതി വരെ പറഞ്ഞിട്ടില്ല. തൃപ്തികരമായ ഒരു ന്യായവും അല്ല. അവിടെ ഈ കോടതി SIT നിയോഗിക്കുമ്പോൾ വളരെ കൃത്യമായി കോടതി പറഞ്ഞിരുന്നു അന്വേഷണത്തിന് രഹസ്യ സ്വഭാവം ഉണ്ടാകണം. അതൊരു പക്ഷേ ഈ അന്വേഷണ സംഘത്തെ സ്വാധീനിക്കപ്പെടാതിരിക്കാനോ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടാകാതിരിക്കാനോ ആയിരിക്കാം. അപ്പോൾ സ്വാഭാവികമായും ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ അതിൽ മാധ്യമങ്ങളെ അടക്കം മാറ്റി നിർത്തുക. അതല്ലെങ്കിൽ ആ വിവരങ്ങൾ ചോർന്നു പോകുമല്ലോ. അപ്പോൾ കോടതി ഈ ഘട്ടത്തിൽ നമ്മൾ അവിശ്വസിക്കേണ്ടതുണ്ടോ? കോടതി നിയോഗിച്ച അന്വേഷണ സംഘത്തെ കുറിച്ച് കോടതിക്ക് സംശയമുണ്ടോ? ഇല്ല, അതാണല്ലോ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ചോദിച്ചത്. അല്ല, ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങാവുന്ന ആളുകളാണ് ഇവര് എന്ന് കോടതി കരുതുന്നുണ്ടോ? ഞാൻ പറയുന്നത് നമ്മുടെ നിഗമനങ്ങൾ യുക്തിസഹമായിരിക്കണം. ഇതിനകത്തൊന്നും ഒരു വസ്തുതയില്ല. യഥാർത്ഥത്തിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിന്റെ യാതൊരു ആവശ്യമില്ല. ജനങ്ങളുടെ മുമ്പാകെ വരട്ടെന്ന്. ഇതിനകത്ത് പ്രതികളാക്കപ്പെടുന്നവര് ആരൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പൊതുസമൂഹത്തിന് നല്ല ധാരണയുണ്ട്. അല്ല, അങ്ങനെ ഞാൻ ശ്രീ RV ബാബു, ഇതൊരു തർക്ക വിഷയമായി ഞാൻ താങ്കളോട് ഉന്നയിക്കുകയല്ല. ഇപ്പോൾ എനിക്കോ താങ്കൾക്കോ ഇത്തരത്തിലൊക്കെ തർക്കിക്കാം. പക്ഷെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിഗമനങ്ങളുടെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർക്ക് ടെക്നിക്കലി ഉള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകണം. ടെക്നിക്കലി ഇപ്പോൾ ഈ മഹസർ തയ്യാറാക്കി അത് ആർക്ക് നൽകി, അത് ആരൊപ്പുവെച്ചു, ആ ഒപ്പുവെക്കുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള വസ്തുതകളിലേക്ക് കടന്നുപോയി അല്ലാതെ വളരെ പെട്ടെന്നൊരു സംഘത്തെ മുഴുവൻ, സംശയത്തിന്റെ നിഴലിലുള്ള മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുക, അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. ഞാനേ പറയുന്നത്, കോടതിയാണ് ആരൊക്കെയാണ് പ്രതികൾ, ആർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് കോടതി ഇത്തരത്തിലുള്ളൊരു നിഗമനം അക്കോർഡിംഗ്ലി ചെയ്തു വെച്ചിരിക്കുന്നത് കോടതിക്ക് തെറ്റുപറ്റിയതാണെന്ന് പറയണോ? അല്ല, കോടതി നിലവിലെ റിപ്പോർട്ടുകളുടെ ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണല്ലോ കോടതി നിരീക്ഷണങ്ങൾ നടത്തുന്നത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് ആ റെക്കോർഡുകൾ മുഴുവൻ വിളിച്ചു വരുത്തി, ദേവസ്വം ബോർഡ് കൊടുത്ത മെയിലുകൾ വിളിച്ചു വരുത്തി, എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോഴും ഈ SIT അന്വേഷണത്തിൽ വിശ്വാസമില്ല, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണോ? ഈ കാര്യത്തില് ഇത് കേവലം ശബരിമലയുടെ ഒരു വിഷയം മാത്രമായിട്ട് ഒതുക്കേണ്ടതല്ല എന്നാണ് എന്റെ. ഒരല്പസമയം കൂടി താങ്കൾ ദയവായി ഒന്ന് തുടരുക. ഇപ്പോൾ അജയ് തറയിൽ, അദ്ദേഹം മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായിരുന്നു. ശ്രീ അജയ് തറയിൽ, RV ബാബുവിനെ പോലെയുള്ളവർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇതിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ട് പോക്കിൽ തന്നെ സംശയമുണ്ട്. കോടതി തന്നെ വിചാരണാ ഘട്ടത്തിൽ ചില പേരുകൾ ഉന്നയിച്ചിരുന്നു. അതിലിപ്പോൾ ദേവസ്വം ബോർഡ് നിലവിലെ പ്രസിഡന്റ്, ശരിയാണ്, ദേവസ്വം ബോർഡിലെ നിലവിലെ പ്രസിഡന്റ് പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിക്കുകയാണല്ലോ, അദ്ദേഹത്തിന് എതിരായ പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒന്നും അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്നതിലൂടെ അവർക്ക് സമയം ലഭിക്കുകയാണ് പഴുതുകൾ ഉണ്ടാക്കാൻ എന്ന ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അത് ശ്രീ ബാബു പറഞ്ഞത് 100% ഞാൻ പിന്തുണയ്ക്കുകയാണ്. ബാബു പറഞ്ഞത് ശരിയാണ്. കാരണം ഇപ്പോൾ ഇവര് ഈ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അങ്ങനെ കുറെ ആളുകളിൽ മാത്രം ഒരു അവസ്ഥയിൽ നിൽക്കുക. ഇവരൊക്കെ ഒരു റോപ്പിന്റെ അറ്റം മാത്രമാണ്. മറ്റേ അറ്റത്തുള്ള വൻ തോക്കുകളാണ്, വലിയ ആളുകളാണ്. ഹൈക്കോടതി പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിലെ ഉന്നതർ എന്ന് പറഞ്ഞ സെക്രട്ടറിയും കമ്മീഷനും അല്ല. ദേവസ്വം ബോർഡ് ഉന്നതർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ്. അപ്പൊ ആ ദേവസ്വം ബോർഡ് ഭരണസമിതി തന്നെ ഈ കൃത്യത്തിന് നേരിട്ട് നേതൃത്വം വഹിച്ചിരിക്കുന്നു. ഇവരൊക്കെ നിമിത്തങ്ങളായി വന്നവരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിന്റെ കൽപ്പനകൾ നടപ്പാക്കിയ ഒരാളാണ് മുരാരി ബാബു. ആ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ആ കൽപ്പനകൾ പുറപ്പെടുപ്പിച്ച ദേവസ്വം ബോർഡിനെ അറസ്റ്റ് ചെയ്തില്ല? അതാണ് തർക്കം. അതുകൊണ്ട് ശ്രീ ബാബു സൂചിപ്പിച്ച പോലെ തന്നെ കേരള പോലീസിന്റെയും ശ്രീ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിനെ കൊണ്ടുള്ള അന്വേഷണത്തിന് ഹൈക്കോടതി നിരീക്ഷണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും എത്തിയിട്ടുള്ളത്. ശരി, ശ്രീ അജയ് തറേ, താങ്കൾ ഒരു മുൻ അംഗമായിരുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ ഈ അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആകട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകട്ടെ, ഇവരൊക്കെ ഈ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നതാണോ പ്രാക്ടിക്കലി നടക്കാറുള്ളത്? അതിനപ്പുറത്ത്